85 വർഷത്തെ ഈ ലോകത്തിലെ ജീവിതത്തിന് ശേഷം ഈ സമൂഹത്തോടും കുടുംബത്തോടും യാത്ര പറഞ്ഞ് തൻ്റെ പിതാവിൻ്റെ പക്കലേക്ക് പോകുന്ന ഔറാച്ചൻ ചേട്ടനെ സ്നേഹനിർഭരമായ യാത്രയിൽ നൽകുവാനായിട്ട് നാം ഇവിടെ ആയിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായ ഈ നാട്ടിൽ അറിയപ്പെടുന്ന ഈ സഹോദരൻ നമ്മിൽ നിന്നും പോകുമ്പോൾ ദുഃഖത്തിൻ്റെയും വേർപാടിൻ്റെയും അനുഭവത്തിലൂടെ കടന്നു പോവുകയാണ്. തൻ്റെ പ്രിയപ്പെട്ട മക്കൾക്കും കൊച്ചുമക്കൾക്കും സഹോദരങ്ങൾക്കും ഉള്ളതായ ദുഃഖം ഈ സമൂഹം മനസ്സിലാക്കുകയാണ്. നിങ്ങളുടെ ദുഃഖത്തിൽ ഞങ്ങൾ പങ്കുചേരുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും ഉപരിയായിട്ട് അനുശോചനവും നിങ്ങളെ അറിയിക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം 2 കാര്യം ഈ പ്രിയപിതാവിനെ പറ്റി പറയുവാൻ അനുഭവത്തിലുണ്ട്. ഞാനിവിടെ വന്ന് ചാർജ് എടുത്തതിന് ശേഷം ആ ദിവസങ്ങളിൽ എന്നും പള്ളിയിൽ വരുമായിരുന്നു. ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് കുർബാനയെ കഴിഞ്ഞെടുത്ത് കൊണ്ട് പറഞ്ഞു, അച്ഛാ, കുർബാനയ്ക്ക് മുമ്പ് അച്ഛൻ കുമ്പസാരം കൂടി ഇരിക്കുവാണെങ്കിൽ ഞങ്ങൾക്കൊക്കെ നല്ലതാണ്, ഞങ്ങൾക്ക് ഒന്ന് കുമ്പസാരിക്കാൻ പറ്റും. അത് അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ പാലിക്കുകയാണ്. ഒരാഴ്ച കൂടി കഴിഞ്ഞപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അച്ഛാ, ഞാൻ അവിടെ നിന്ന് എനിക്കൊന്ന് വീടൊക്കെ ഒന്ന് കൃത്യമായിട്ട് എവിടെയാണെന്ന് അറിഞ്ഞുകൂടാ. ഞാൻ അവിടെ നിന്നും രാവിലെ എഴുന്നേറ്റ് നാളെ വന്നാൽ ബസ് കിട്ടുവാണെങ്കിൽ ബസ്സിൽ പള്ളിയിൽ വരിക, ഒരു 5 മിനിറ്റൂടെ കഴിഞ്ഞ് കുർബാന ആരംഭിക്കുവാണെങ്കിൽ എനിക്ക് കുർബാന ആരംഭത്തിന് ഇവിടെ എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇടം പറയുന്നത് ശരിയാണ്, പക്ഷെ നമുക്ക് പള്ളിയിൽ ഒരു സമയമുണ്ടല്ലോ, 6:30 എന്നുള്ള സമയമാണ്. 6:30 നമ്മൾ കുർബാനയ്ക്ക് കയറുന്നതല്ലേ നല്ലത്, മറ്റുള്ളവർക്കൊക്കെ അസൗകര്യമാവില്ല. അദ്ദേഹത്തിൻ്റെ പ്രതികരണം എന്നെ അങ്ങേയറ്റം ചിന്തിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ സ്വഭാവം എനിക്ക് മനസ്സിലായി. കാരണം വെച്ചാൽ പറഞ്ഞു, ശരി, മറ്റുള്ളവർക്ക് അസൗകര്യമുണ്ടാകുന്ന രീതിയിൽ നമ്മളൊന്നും ചെയ്യരുത്. ഞാൻ കഴിയുന്നത്ര നേരത്തെ വന്നുകൊള്ളാം, കുർബാനയിൽ പങ്കെടുത്തുകൊള്ളാണ്. വലിയ ഒരു മനസ്സിൻ്റെ ഉടമയാണെന്ന് എനിക്ക് മനസ്സിലായ അദ്ദേഹം. എൻ്റെ കാര്യമല്ല മറ്റുള്ളവർക്ക് അസൗകര്യമുണ്ടാകുന്ന രീതിയിലൊന്നും ചെയ്തെന്ന്. ഈ 2 കാര്യം എപ്പോഴും എൻ്റെ മനസ്സിൽ പ്രാചേട്ടനെ കാണുമ്പോൾ ഉണ്ടായിരുന്നു. മറ്റുള്ളവരെ പറ്റി ചിന്തിക്കുന്നു, മറ്റുള്ളവരുടെ ആവശ്യത്തിന് വേണ്ടി അച്ഛൻ എന്നും രാവിലെ കുമ്പസാരക്കൊണ്ടിരിക്കുവാണെങ്കിൽ നല്ലതാണെന്ന് പറഞ്ഞപ്പോൾ അതും അദ്ദേഹത്തിൻ്റെ സ്വഭാവ രീതിയാണ് കാണിച്ചത്. ആ നല്ല മനുഷ്യനെ നമ്മളെ യാത്ര ചെയ്യിക്കുകയാണ്. നമുക്ക് ഭക്തിയോടുകൂടി ഈ തിരുക്കർമ്മങ്ങൾ പങ്കെടുക്കാം. അദ്ദേഹം ദൈവസന്നിധിയിൽ ഈ ലോകത്തിലേക്കുള്ള എല്ലാ നല്ല കാര്യങ്ങളുള്ളതായ മുടി സ്വീകരിക്കുമാറാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ പങ്കുചേരാം. വ്യത്യസ്തമായ ദൈവമേ, നിങ്ങളുടെ പ്രയോജനത്തിനായി ഈ പനിനീരിനെ ആശീർവദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ പ്രസിദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. ചന്ദ്രത്തിലെ വഞ്ചരിപ്പ് സുഗന്ധദ്രവ്യങ്ങളെയും പരുള സസ്യങ്ങളെയും നാഥനായ ദൈവമേ, അങ്ങനെ പെരുമാറ്റങ്ങളുടെ ഭാവബന്ധമായി ചന്ദ്രത്തിലേകൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. അത്യുന്നതനായ ദൈവത്തിന് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ മനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം
ബലവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം. കർത്താവിൽ ഞങ്ങൾ ആരാധിക്കുന്നതിന്റെ കാരണത്തെ പുകഴ്ത്തുകയും മകനീയമായ തൃപ്തികളുടെ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ ഈ ആകാശത്തിലെയും ഭൂമിയിലെയും രാജവും ജീവന്റെയും മനത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. മനുഷ്യരെ പുൽക്കൊടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ ചുടുകാറ്റടിക്കുമ്പോൾ വാടിപ്പോകുകയും ചെയ്യുന്നു. അതും നീണ്ട സ്ഥലവും അജ്ഞാതമായി തീരുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവരെ നിന്റെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. മണ്ണിൽ നിന്ന് ആദത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെയും സ്ഥാനമായി നവീകരിക്കുന്നതിനുമായ കർത്താവേ, നിന്നെ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാവുന്നു. പിതാവുനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവരെ നിന്റെ തിരുനാമത്തിന് സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. എന്റെ ജീവിതം നിന്റെ മുമ്പിൽ എത്ര നിസ്സാരമാകുന്നു. എന്തുകൊണ്ടെന്നാൽ ജീവിതം നേർ പോലെ കടന്നു പോകുന്നു. മനുഷ്യരോട് ക്ഷേമം കൊടുക്കുന്നു. അവർക്ക് വേണ്ടിയാണെന്ന് അറിയുന്നില്ല. കർത്താവേ, നീയല്ലാതെ ആരെനിക്ക് ആശ്രയം? എല്ലാ തിന്മകളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവരെ നിന്റെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദൈവാധിപത്താൽ ഉയർത്തുകയും ചെയ്യുന്ന കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. സന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. ജീവൻ വിളയും രാജ്യത്ത് വാനവരോടെ ചിരകാലം ആനന്ദത്തോട് വാണിടുവാൻ ദാസനു വരമിന്നരുളേണം. കർത്താവ് വലിയവനും സ്തുത്യർഹനുമാകുന്നു. ആദിപിതാവാം ആദത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തെ ആശ്രയവാദികളണയ്ക്കുന്നു. മർത്യനു ശരണം നീയല്ലോ. യോഗം രക്തം സകലേശാം ഞങ്ങൾ കരുണ നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസിയാകുന്നു. വിരമിക്കരുതേ മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുളില്ലേ തിരുനാഥൻ ദൃഢമായ വിശ്വാസം നിക്ഷേപിക്കും മനുഷ്യനു ഞാൻ അന്തിമ ദിവസമുയർത്തേറും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു. പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു പദം നേടും. മധ്യത പുണരുന്നു. ക്ഷയമുള്ളോരക്ഷയനാകും. മധ്യതയേവം സകലേശം നിതരാം നൂതനമാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൂതനാം മിശിഹാ കർത്താവേ, വാഴ്ത്തിപ്പാടി നമിക്കുന്നേ. വിശ്വത്തിന്റെ വിഹാരാവേ,
നൽകണമേ പുനരുദ്ധാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. ആദിമുതൽ എന്നേക്കുവാമേ. മഹിമയുടന്തിമവിധിനാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയോടെന്നെ നിർത്തണമേ. നൽകണമേ നിത്യായുസ്സിൻ പരമോന്നതമാം പരിവേഷം. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ തെസ്സലോനിക്കർക്ക് ലേഖനം. എന്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവരോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗമനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്കോട് കിടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാതാപിതാക്കളുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാവലത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘത്തിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവേൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. കർത്താവേ, രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ. എന്റെ അപേക്ഷ നീ കേൾക്കണമേ. വിശുദ്ധയാകുന്ന നമ്മുടെ കർത്താവ് ഈശോയുടെ പരിശുദ്ധ സുവിശേഷം. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ച് വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. അവന് വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിന് ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചില സമയം അടുത്തിരിക്കുന്നു, അല്ലാതെ വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവനോടുമായ പിതാവ് തന്റെ പുത്രനെയും ജീവനോടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുന്ന അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവരുടെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന ഉയർത്തനും തിന്മ ചെയ്തവർ വിധ ഉയർത്തനുമായി പുറത്തു വരും. ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, തങ്ങളുടെ പിതാവിന്റെ നിര്യാണത്തില് ദുഃഖിതരായിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളെ, കൊച്ചുമക്കളെ, മരുമക്കളെ, വ്രതസംസ്കാര കർമ്മത്തിന്റെ ഭവനത്തിലെ കർമ്മങ്ങളിലെ മൂന്നാമത്തെ പ്രാർത്ഥന തുടങ്ങുക ഇപ്രകാരമാണ്: കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധിക്യത്താൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, നമ്മളെ ഓരോരുത്തരെയും കരുണയാൽ സൃഷ്ടിച്ച് നമ്മളെ പരിപാലിച്ച് ഈ ലോകത്തിൽ നിന്നും ദൈവത്തിന്റെ നീതിയാൽ വിളിച്ച് അവിടുത്തെ ദയാധിക്യത്താൽ നമ്മെ ഓരോരുത്തരെയും ഉയർപ്പിക്കുന്ന ആ വലിയ കർത്താവിന്റെ തിരുസന്നിധിയിലാണ് നാം ഓരോരുത്തരും. ഇന്ന് നമ്മിൽ നിന്നും യാത്ര പറഞ്ഞ് പിരിഞ്ഞു പോകുന്ന അവറാച്ചനപ്പാപ്പൻ, ഞങ്ങളൊക്കെ ഒത്തിരി സ്നേഹത്തോടെ ചാച്ചൻ എന്ന് വിളിച്ചിരുന്ന അവറാച്ചനപ്പാപ്പൻ തന്റെ ജീവിതകാലത്ത് ചെയ്ത ഒത്തിരിയേറെ നന്മ പ്രവൃത്തികളുണ്ട്. ഒരു സാധാരണക്കാരനായി ജീവിച്ചുകൊണ്ട് തന്റെ കഠിന അധ്വാനം വഴി ഒരു വലിയ സാമ്രാജ്യത്തിന് അദ്ദേഹം തുടക്കമിട്ടു എന്ന് വേണമെങ്കിൽ പറയാം. പലപ്പോഴും വളരെ കുഞ്ഞുനാള് മുതൽ
ഈ വീടുമായിട്ട് അടുത്ത ബന്ധം പുലർത്തിയിരുന്നത് കൊണ്ട് ഈ അടുത്ത കാലത്തും ഞാൻ ഈ വഴി പാസ് ചെയ്യുമ്പോൾ ചാച്ചനെ കാണുവാനായിട്ട് ഇവിടെ കയറിയിരുന്നു. 2 മാസങ്ങൾക്ക് മുമ്പ് ഒരു വീഴ്ച സംഭവിച്ചതിന്റെ അല്പം ബുദ്ധിമുട്ടുണ്ടായിരുന്നു, നടക്കുവാനായിട്ടുള്ള അല്പം ബുദ്ധിമുട്ട്. പക്ഷെ അതൊക്കെ മാറി ഒരു 3-4 ആഴ്ച മുമ്പ് ഞാൻ വന്ന അവസരത്തില് ഞങ്ങൾ ഈ തിണ്ണയിൽ ഇരുന്ന് കുറെ നേരം വർത്തമാനം പറഞ്ഞതാണ്. അപ്പോഴൊന്നും തന്റെ ആരോഗ്യത്തിന് വലിയ കുഴപ്പമില്ല എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷെ ഒറ്റ കാര്യം മാത്രം പറഞ്ഞു, എനിക്ക് പള്ളിയിൽ പോകുവാനായിട്ട് സാധിക്കുന്നില്ല. തന്റെ ഇടവക ദേവാലയവുമായി വികാരിച്ചൻ സൂചിപ്പിച്ചിരുന്നതുപോലെ തന്റെ ഇടവക ദേവാലയവുമായിട്ട് അഭേദ്യമായിട്ടുള്ള ഒരു ബന്ധം പുലർത്തിയിരുന്ന ഒരു നല്ല വിശ്വാസിയാണ് ചാച്ചൻ എന്ന് പറയുന്നതിൽ എനിക്ക് മടിയില്ല. പലപ്പോഴും വളരെ ചെറുപ്പം മുതൽ നമ്മുടെ പള്ളിയിലെ പൊതുയോഗങ്ങളിലൊക്കെ തന്റെ വ്യക്തമായ അഭിപ്രായങ്ങൾ തുറന്നു പറയുവാനായിട്ട് ഒരു മടിയും കാണിക്കാത്ത നല്ല ഒരു വിശ്വാസിയായിരുന്നു അദ്ദേഹം. സഭയെയും സമുദായത്തെയും ഒക്കെ അകമഴിഞ്ഞ് സ്നേഹിക്കുകയും സേവിക്കുകയും തന്നാലാവുന്ന വിധം ഇടവകയ്ക്ക് വേണ്ടിയിട്ടുള്ള സാമ്പത്തിക സഹായം നൽകുന്നതിനുമൊന്നും അപ്പാപ്പൻ ഒരിക്കലും പിന്നോട്ട് പോയിരുന്നില്ല. തന്റെ വ്യക്തിപരമായ ജീവിതത്തിലാണെങ്കിൽ സാമൂഹിക രാഷ്ട്രീയ രംഗത്ത് അപ്പാപ്പൻ തനതായിട്ടുള്ള ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള വ്യക്തി തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അവറാച്ചൻ അപ്പാപ്പൻ പ്രിയപ്പെട്ടവനായിരുന്നു. ഇന്ന് ചാച്ചന്റെ ഈ അവസാന നിമിഷത്തില് ചെവിച്ചേച്ചി ഒഴികെ മറ്റെല്ലാ മക്കളും ഇതിൽ പങ്കെടുക്കുവാനായിട്ട് അവസരം ലഭിച്ചിട്ടുണ്ട്. ചെവിച്ചേച്ചിക്ക് സാങ്കേതിക കാരണങ്ങളാൽ ഇറ്റലിയിൽ നിന്നും പോരുവാനായിട്ട് സാധിച്ചിട്ടില്ല. പക്ഷെ തീർച്ചയായിട്ടും ചേച്ചി ഈ സമയത്ത് ചാച്ചന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഇത് കാണുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഓരോ മരണവും നമ്മോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങള് വളരെ ലളിതമായ ചോദ്യങ്ങളാണ്. നീ ഇത്രയും കാലം, എത്ര വർഷം നാം ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നാലും, നീ ഇത്രയും കാലം ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ നിന്റെ ജീവിതം കൊണ്ട് ആർക്കൊക്കെ എന്തൊക്കെ ഉപകാരമുണ്ടായി എന്നൊരു ചോദ്യം മാത്രമാണ് ഓരോ മരണവും നമ്മളോട് ചോദിക്കുക. പലപ്പോഴും നമുക്കറിയാം, മരണത്തിന് വേണ്ടി ഒരുങ്ങി ജീവിക്കേണ്ടവരാണ് നാം എന്നാണ് സഭ നമ്മളെ പലപ്പോഴും പഠിപ്പിക്കുകയും സഭയുടെ പ്രമാണങ്ങൾ തന്നെയാണ്. ഓരോ നിമിഷവും മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കേണ്ടവരാണ് ഒരു വിശ്വാസി എന്ന് സഭ നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് നാം പലപ്പോഴും നമ്മളുടെ അനുദിന ജീവിതത്തില് ഏതൊക്കെ തിന്മ ചെയ്താലും ആ തിന്മകള് പറഞ്ഞ് കുമ്പസാരിക്കുവാനായിട്ട് ആ കാരുണ്യത്തിന്റെ കുമ്പസാരക്കൂടിലേക്ക് നാം അടുക്കുന്നത്. ഇപ്പോൾ ആദ്യമേ വികാരിയച്ഛൻ സൂചിപ്പിച്ചു, അച്ഛൻ ആദ്യം വന്നപ്പോൾ ചാച്ചൻ ചോദിച്ചത് ഒരു ഫേവർ മാത്രമാണ് ചോദിച്ചത്. ഒരല്പസമയം അച്ഛൻ കുമ്പസാരം കൊണ്ട് ചെലവഴിച്ചാൽ ഞങ്ങളെ പോലുള്ളവർക്ക് വന്ന് കുമ്പസാരിക്കുവാനുള്ള സൗകര്യമുണ്ടല്ലോ. താന് തന്റെ ജീവിതകാലത്ത് എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കിയാലും, സാമ്പത്തികമായി എന്തൊക്കെ നേടിയാലും, അതിലൊക്കെ ഉപരിയായിട്ട് എന്റെ ആത്മാവിനെ സംരക്ഷിക്കുവാനായിട്ട്, എന്റെ ആത്മാവിന് വേണ്ടുന്ന പോഷണം നൽകുവാനായിട്ട് എനിക്ക് സാധിക്കണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നു. ആ ആഗ്രഹം അദ്ദേഹം വെളിപ്പെടുത്തുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, വിശ്വാസ ജീവിതത്തില് പലപ്പോഴും ചാച്ചൻ നമുക്ക് ഒരു നല്ല മാതൃക തന്നെ നൽകുകയാണ്. അതുകൊണ്ട് ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരില് ചാച്ചന്റെ മരണത്തില് ദുഃഖാർത്ഥരായിരിക്കുന്ന മക്കൾക്കും മരുമക്കൾക്കും കൊച്ചുമക്കൾക്കുമെല്ലാം എല്ലാവരുടെയും പേരിലുള്ള അനുശോചനം രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, തന്റെ ജീവിതകാലത്ത് ദർശന സമൂഹത്തില് അംഗമായിരുന്നുകൊണ്ട് പലപ്പോഴും അതിന്റെ പല ഔദ്യോഗിക സ്ഥാനങ്ങളും വഹിച്ചുകൊണ്ട് ദർശന സമൂഹത്തിന് വേണ്ടിയിട്ട് ഒത്തിരിയേറെ നന്മ ചെയ്ത ഒരു വ്യക്തി കൂടിയാണ് അവറാച്ചൻ അപ്പാപ്പൻ എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. ഇന്ന് ഇവിടെ കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും, നമുക്കെല്ലാവർക്കും ഒരു നിമിഷം അവറാച്ചൻ അപ്പാപ്പന് വേണ്ടി പ്രാർത്ഥിക്കാം. ചാച്ചന്റെ ജീവിതകാലത്ത് എന്തെങ്കിലും തിന്മകള് ചെയ്തിട്ടുണ്ടെങ്കിൽ,
കാരുണ്യവാനായ ദൈവം നീതിയാൽ നമ്മെ ഓരോരുത്തരെയും മൃതരാക്കുകയും ദയാധിക്യത്താൽ നമ്മെ ഓരോരുത്തരെയും ഉയർപ്പിക്കുകയും ചെയ്യുന്ന ആ കാരുണ്യവാനായ ദൈവം തീർച്ചയായിട്ടും ചാച്ചന്റെ എല്ലാ പാപങ്ങളും പൊറുക്കുകയും സ്വർഗീയ സൗഭാഗ്യത്തിലേക്ക് ചാച്ചനെയും അവകാശിയാക്കുകയും ചെയ്യും എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കാം. ഈ ചാച്ചന് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള കടമ നമുക്ക് ഓരോരുത്തരുടെയുമാണ്. തീർച്ചയായിട്ടും ഈ കുടുംബത്തിന് വേണ്ടി, താൻ സ്നേഹിച്ചിരുന്നവർക്ക് വേണ്ടി, തന്റെ ഇടവേളയ്ക്ക് വേണ്ടി ചാച്ചൻ സ്വർഗത്തിൽ മാധ്യസ്ഥം പ്രാർത്ഥിക്കുമെന്നുള്ള ആ വലിയ വിശ്വാസത്തോടുകൂടി നമുക്ക് ഈ കർമ്മങ്ങളിൽ പറ്റുകൊള്ളുവാൻ പങ്കുകൊള്ളാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. സ്നേഹത്താൽ ഞങ്ങളെ അമൂല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായെ, അങ്ങയുടെ കൽപ്പനയാൽ ഈ ലോകം വിട്ടുപുറപ്പെട്ട ആത്മാവിനെ നിത്യാനന്ദത്തിന്റെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ അങ്ങയുടെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവുത്ഥാനം വഴി മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായെ, വിധി ദിവസത്തിൽ അങ്ങയുടെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായെ, കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവരുമായ മിശിഹായെ, അങ്ങയുടെ ദാസന്റെ പാപങ്ങൾ പൊറുക്കുകയും കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരുണയാൽ അനുഗ്രഹിക്കുന്ന ദയാധിക്യങ്ങളുടെ പാപങ്ങൾ മായ്ച്ചുകളയും ചെയ്യട്ടെ. എന്റെ മകനീയമായ തൃത്വത്തിന്റെ ഗ്രഹങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മരണം വരുമൊരു നാൾ
എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടിയെ അണിയിക്കുമാറാകട്ടെ. ധ്യാനത്തിലേക്ക് ജീവനെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. പോകുന്നു ഞാനെൻ വത്സലരേ, അന്തിമയാത്ര പറഞ്ഞിടുന്നു. കേഴേണ്ട കണ്ണീർ ചൊരിഞ്ഞിടേണ്ട, സ്വർഗം പോകുവാൻ പോകുന്നു ഞാനെൻ വത്സലരേ, അന്തിമയാത്ര പറഞ്ഞിടുന്നു. കേഴേണ്ട കണ്ണീർ ചൊരിഞ്ഞിടേണ്ട, സ്വർഗം പോകുവാൻ പോകുന്നു ഞാൻ. ചെയ്യേണ്ട ജോലികൾ ചെയ്തു തീർത്തു, ഞാനെൻ പ്രയാണം പൂർത്തിയാക്കി. നിങ്ങളെൻ മാർഗങ്ങൾ പിന്തുടർന്ന, സൗഭാഗ്യമെങ്ങും തെളിഞ്ഞു നിൽക്കും. നിങ്ങളെൻ മാർഗങ്ങൾ പിന്തുടർന്ന, സൗഭാഗ്യമെങ്ങും തെളിഞ്ഞു നിൽക്കും. പോകുന്നു ഞാനെൻ വത്സലരേ, അന്തിമയാത്ര പറഞ്ഞിടുന്നു. കേഴേണ്ട കണ്ണീർ ചൊരിഞ്ഞിടേണ്ട, സ്വർഗം പോകുവാൻ പോകുന്നു ഞാൻ. കന്യാമറിയത്തിൻ നിർമ്മലരാ മക്കളായി ഭൂമിയിൽ ജീവിക്കുവിൻ. ആപത്തിൽ വീഴാതെ സർവേശ്വരൻ സന്തതം നിങ്ങളെ കാത്തുകൊള്ളും.
രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. സമയമാ രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. ആകെയൽപ നേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ. ആകെയൽപ നേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ. യേശുവേ നിനക്ക് സ്തോത്രം, വേഗം നിന്നെ കാണും ഞാൻ. യേശുവേ നിനക്ക് സ്തോത്രം, വേഗം നിന്നെ കാണും ഞാൻ. രാവിലെ ഞാൻ ഉണരുമ്പോൾ ഭാഗ്യമുള്ളോർ നിശ്ചയം. രാവിലെ ഞാൻ ഉണരുമ്പോൾ ഭാഗ്യമുള്ളോർ നിശ്ചയം. എൻ്റെ യാത്രയുടെ അന്ത്യം ഇന്നലേക്കാളടുപ്പം. എൻ്റെ യാത്രയുടെ അന്ത്യം ഇന്നലേക്കാളടുപ്പം. രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു. രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ
അവരത് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. മണയും നീശോ മൃതനാമകിരർക്കും ജീവനും അതുപോൽ ശരണവും അരുളിയിടാം. അവൻ ശബ്ദമുയർത്തിയപ്പോൾ ഭൂമി ഉലങ്ങി. മിശിഹാനാഥൻ ശബ്ദമുയർത്തുമ്പോൾ കല്ലറകളും മൃതരുടനെഴുന്നേൽക്കും. അവന്റെ നാമം ധന്യമാകുന്നു. ഞാൻ ദൈവത്തിലാനന്ദിക്കും. അഭയം കുരിശിൽ കണ്ടവൻ അവസാനം. പിരിയുടെ നാളിൽ കൈവരും ആനന്ദം. നീതിമാന്മാർക്ക് കർത്താവിൽ പ്രകാശം ഉദിച്ചു. നേരത്തെ നാഥൻ എഴുന്നള്ളും. മൃതരിലും ജീവൻ അവർക്കേകും. കീർത്തനമെന്നും ഞങ്ങളയക്കുന്നു. വിശ്വാസത്തോടെ ഈ ലോകം വിട്ടുപോയിരിക്കുന്ന നമ്മുടെ സഹോദരനോട് വേണ്ടി പ്രാർത്ഥിക്കാം. ജീവിതകാലത്ത് സൽകൃത്യങ്ങളാൽ ദൈവത്തെ പ്രസാദിപ്പിച്ചാലേ ദൈവം നീതിമാന്മാർ സമൂഹത്തിലേക്ക് പ്രവേശിപ്പിക്കുമാറാകട്ടെ. മരിച്ചവരെ ഉയർപ്പിക്കുകയും നല്ലവർക്ക് സ്വർഗഭാഗ്യം നൽകുകയും ചെയ്യുമ്പോൾ തന്റെ അനുഗ്രഹത്താൽ തന്റെ മാതാവായ കന്യകാമറിയത്തിന്റെ പ്രാർത്ഥനയാലും മിശിഹായുടെ തന്റെ വലതുഭാഗത്ത് നിർത്തുമാറാകട്ടെ. ജീവന്റെ പുസ്തകത്തിൽ ദൈവമയാളുടെ പേരെഴുതുകയും തെരഞ്ഞെടുക്കപ്പെട്ടവരെ ഗണത്തിലയാളെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവേ, വാത്സല്യപൂർവ്വം നിങ്ങളെ സന്ദർശിക്കുകയും കാരുണ്യപൂർവ്വം നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഉദ്ധാനം പ്രതീക്ഷിച്ച് കഴിയുന്ന മരിച്ചവരെ ഉയർപ്പിക്കണമേ. എന്തുകൊണ്ടെന്നാണ് നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ, നിന്റെ പൈതൃകമായ പരിപാലനയെ ഞങ്ങൾ ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളെ മരണവിധേയരാക്കുകയും വേണ്ടി ജീവിപ്പിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ ശരീരങ്ങളെ നീ മഹത്വമണിയിക്കുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ദൈവത്തിന്റെ ഭവനമേ, ഞാൻ നിന്നോട് യാത്ര പറയുന്നു. മാമോദീസ വഴി സ്വീകരിക്കുകയും പരിശുദ്ധ കുർബാനയാൽ എന്റെ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റു കൂദാശകളാൽ എന്റെ ആത്മാവിൽ കൃപാവരം ചെയ്യുകയും ചെയ്ത പ്രിയപ്പെട്ട ദേവാലയമേ, ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എന്റെ പിതാക്കന്മാരുടെ ഭാഗ്യവാൻ
ദൈവവചനങ്ങളാൽ ആത്മാവിന് പോഷണം നൽകി നിങ്ങളോട് ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നുവെങ്കിലും എന്റെ സ്നേഹബന്ധം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും. സ്വർഗരാജ്യത്തിൽ നാം ഒരുമിക്കുന്നതുവരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എന്റെ സഹോദരനെ നമ്മെ സൃഷ്ടിക്കുകയും മരണവിധേയരാകുകയും മരണശേഷം ഉയർപ്പിച്ച് അക്ഷയരാകുകയും ചെയ്യുന്ന ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ആത്മാവിനെ നീതിമാന്മാരുടെ രാജ്യത്ത് പ്രവേശിപ്പിക്കണമേ. മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ മരണവിധേയനാക്കുകയും ചെയ്യുന്ന ദൈവമേ, നിന്റെ വിശുദ്ധന്മാർ വിശ്രമങ്ങൾ എന്ന കബറിടത്തിൽ മനോഹരമാകുന്നു. വിശുദ്ധ മാമോദീസായാൽ മുദ്രിതവും പരിശുദ്ധ കുർബാനയാൽ പരിഷ്ഠവും പരിശുദ്ധ തൈലത്താൽ അഭിഷിക്തവുമായ ശരീരത്തിന് നിന്റെ ദൈവത്തിന്റെ രണ്ടാമത്തെ ആഗമനം വരെ വിശ്രമം നൽകേണ്ട ഈ കബറിടം നീ പൗത്രീകരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, സ്വഭാവം നീ എന്നെ തുലയ്ക്കുക, ഞാൻ നിർമ്മലനാകും. അതിനെന്നെ കഴുകുക, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദി മുതൽ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ പരിമളപോലെ നിന്നെ പ്രസാദിപ്പിക്കട്ടെ. മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്നരുളി ചെയ്ത സകലത്തിന്റെയും നാഥനായ ദൈവം നിന്നെ ഉയർപ്പിന്റെ മഹത്വത്തോടുകൂടെ അവസാന ദിവസം നിന്റെ വലതുഭാഗത്ത് നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ കൂദാശകൾ അത്യുന്നത ദൈവത്തിന്റെ ന്യായാസനത്തിൽ നിന്നെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. എന്റെ കർത്താവേ, ഞാൻ പ്രകീർത്തിക്കും മഹിമയുടെ അന്തിമ വിധി നാളിൽ. കർത്താവേ, നീ അണയുമ്പോൾ കരുണയുടെ നിർത്തണമേ, നല്ല വലത്തു വരമ്പാകെ. കർത്താവേ, നിന്നെ ഞാൻ ആശ്രയിച്ചു. കർത്താവേ, നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾക്ക് ഉദ്ധാനം രക്ഷയും നൽകുന്നു.
ആകാശവും ഭൂമിയും നിന്റേതാകുന്നു. ആകാശവും ഈ ഭൂതലവും പാവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായുസ്സും. അവരാനന്ദ കീർത്തനങ്ങൾ പാടും. മൃതരാം നരരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലേ. മാമോദീസ വഴിയങ്ങേ സുതരാണവരും നോക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഭാവാപുത്രൻ റൂഹായി മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. ആദി മുതൽ എന്നേക്കും ആമേൻ. സർവ്വാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോമിശിഹാ, ഞങ്ങളിതാ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ജനമെല്ലാം പ്രകീർത്തിക്കട്ടെ ഞങ്ങളുടെ സഭ്യ ശരീരങ്ങൾ. ഉദ്ധാരം നീയേകുന്നു. നാഥാ, ഞങ്ങളുടെ ആത്മാവും രക്ഷിക്കുന്നവനല്ലോ നീ. ആമേൻ ആമേൻ എന്ന് ഉദ്ഘോഷിക്കുവിൻ. സർവ്വേശാ നീ പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ, നിത്യനമർത്യൻ പരിശുദ്ധൻ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. പാപനിക്ക് പുറത്തു കൊടുത്തവളെ വിശദീകരിച്ചു കർത്താവേ, നിന്റെ അനുഗ്രഹത്താൽ മരിച്ചവരെ വിശദീകരിക്കണമേ. മാലാഖമാരുടെ സ്വർഗ്ഗത്തിൽ നിന്നെ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും അവർക്ക് ആശ്വാസം കൊടുക്കുന്നവനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, നാഥനണഞ്ഞെടുമന്തിമനാളിൽ കാരുണ്യമെഴും വിധിയാൽ വാനവരാജ്യം നേടും മനുജനഭാഗ്യം. വിളങ്ങും മുഖമടുകല്ലറവിട്ടെഴുന്നേൽക്കും മനുജനഭാഗ്യം. മുതൽ ഞാൻ കരുതിയ രാജ്യം നേടുകനാഥനിൽ നിന്നിതു കേൾക്കും മനുജനഭാഗ്യം. പാപങ്ങൾ കഴിക്കണമേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. ദൈവമേ, എന്റെ പാപങ്ങൾ കഴിക്കണമേ. എന്റെ തെറ്റുകൾ കുറച്ചു മാറ്റണമേ. എന്റെ പാപങ്ങൾ ഞാൻ അറിയുന്നു, ഞാൻ അവയെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. നിനക്കെതിരായി ഞാൻ പാപം ചെയ്തു പോയി. നിന്റെ സന്നിധിയിൽ ഞാൻ തിന്മകൾ പ്രവർത്തിച്ചു. എന്റെ പാപങ്ങളിൽ നമുക്ക് തിരിച്ചു കളയണമേ. എന്റെ കുറ്റങ്ങളെല്ലാം കുറിച്ച് മാറ്റുകയും ചെയ്യണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമേ, എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ഉയർപ്പിച്ച കർത്താവേ,
ആശക്തം മഹനീയമായ നീതിയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനമായ വിധികർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, കർത്താവേ, മരിച്ചവരെ കരുണാപൂർവം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരുടെ ആപൂർവം പരിപാലിക്കണമേ. പുനരുദ്ധാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടുകൂടി ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായ ഉയർപ്പും മഹനീയമായ ജീവനം നൽകി സ്വർഗരാജ്യമാ നഷ്ടത്തേക്ക് ഇയാളെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ടുപോയ മിശിഹായുടെ ഭൗതിക ശരീരത്തിലെ ഈ അംഗത്തെ അനുഗമിക്കുകയും ഈ മൃതസംസ്കാരത്തിൽ സഹകരിച്ച് ഇയാളെ ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളിൽ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിത്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് നന്ദി അറിയിക്കുകയാണ്. ഈ വ്രതസംസ്കാരത്തിൽ പങ്കെടുത്ത എല്ലാ വൈദികർക്കും സന്യസ്തർക്കും പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം രാവിലെ മുതൽ കുടുംബത്തിൽ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്ത അവസാനം ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്ത നാട്ടുകാർക്കും ബന്ധുമിത്രാദികൾക്കും എല്ലാവർക്കും അവരുടെ നന്ദി സ്നേഹപൂർവ്വം അറിയിക്കുകയാണ്. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൽ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. സ്നേഹിച്ചു മുത്തങ്ങൾ തന്ന പൈതങ്ങളെ പാതയോരത്താക്കി പിരിയുന്നു മോഹമായി കരുണാമയൻ കൂട്ടായി വരും. സ്നേഹിച്ചു മുത്തങ്ങൾ തന്ന പൈതങ്ങളെ പാതയോരത്താക്കി പിരിയുന്നു മൂകമായി കരുണാമയൻ കൂട്ടായി
പരലോകവാടിയിൽ കാണാം വീണ്ടും. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. കൂടാരം വേടിയും കുഞ്ഞാടു ഞാൻ. വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. കൂടാരം വേടിയും കുഞ്ഞാടു ഞാൻ. ഈ ലോകവാസം പുൽക്കൊടി പോലെ യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. പോകുന്നു ഞാൻ. പോകുന്നു. അനുവാദമില്ലിനി ഈ മണ്ണിൽ തുടരാൻ. അധികാരമുള്ള നാഥനെന്നെ വിളിച്ചു. ഇവിടൊരു സഞ്ചാരി, വെറുമൊരു സഞ്ചാരി. ഇവിടൊരു സഞ്ചാരി, വെറുമൊരു സഞ്ചാരി. എന്റെ സ്വന്ത ദേശത്തേക്ക് യാത്രയായിടുന്നു ഞാനിപ്പോൾ. എന്റെ സ്വന്ത ദേശത്തേക്ക് യാത്രയായിടുന്നു